ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സർ കിച്ചൺ. ഇന്നത്തെ എൻ്റെ റെസിപ്പി നല്ല ടേസ്റ്റുള്ളൊരു കൂർക്കത്തീയലാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്തേക്കണേ. എന്ന് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 250 ഗ്രാം കൂർക്കയാണ് എടുത്തിരിക്കുന്നത്. ഇത് ക്ലീൻ ചെയ്ത് ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 5 ചെറിയ ഉള്ളി ചെറുതാക്കി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 അല്ലി വെളുത്തുള്ളി ചെറുതാക്കി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതേപോലെ ചെറുതാക്കി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിത് അടച്ചു വെച്ച് ഒന്ന് വേവിക്കാൻ വെക്കാം. ഒരു 3 വിസിലൊക്കെ അടിച്ച് വരുമ്പോഴത്തേക്കും ഇത് കുക്കായി കിട്ടിക്കോളും. ഈ സമയത്ത് നമുക്ക് തീയൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. ഞാനിവിടെ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളംപുളി കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെക്കുന്നുണ്ട്. ഇനി നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. ഇതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്കൊരു 1/4 കപ്പോളം തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങ നമുക്ക് ഒന്ന് വറുത്തെടുക്കാം. ഉള്ളിത്തീയലിനൊക്കെ തേങ്ങ വറുക്കുന്നത് പോലെ ഒരുപാടിട്ട് മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. തേങ്ങ വറുക്കുന്ന സമയത്ത് എണ്ണമയം തോന്നിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിത് നല്ലവണ്ണം ഒന്ന് വറുത്തെടുക്കാം. തേങ്ങയുടെ കളറൊക്കെ ഇപ്പോൾ മാറി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ലവണ്ണം ഒന്ന് വറുത്തെടുക്കാം. ഇതിപ്പോൾ നല്ലവണ്ണം വറുത്തെടുത്തിട്ടുണ്ട്. ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് ഇനി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് ചൂടാറിയതിന് ശേഷം നമുക്കിത് അരച്ചെടുക്കാം. ഇതിപ്പോൾ ചൂടാറി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് അരച്ചെടുത്തിട്ട് വരാം. ആദ്യം നമുക്ക് വെള്ളമൊന്നും ഒഴിക്കാതെ ഇതേപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് വെള്ളമൊഴിച്ച് അരച്ചെടുക്കാം. കൂർക്കയൊക്കെ ഇപ്പോൾ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പുളിയില്ലേ, അതൊന്ന് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. ഇനി എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലവണ്ണം ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുക് താളിച്ചൊഴിക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്കും ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുകെല്ലാം പൊട്ടിത്തീർന്നതിന് ശേഷം ഇതിലേക്ക് ഒരു 4 ചെറിയ ഉള്ളി ചെറുതാക്കി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇത് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളി ഒരു ഗോൾഡൻ കളറൊക്കെ ആയി വരട്ടെ. ഉള്ളി ഇപ്പോൾ നല്ലവണ്ണം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് താളിപ്പ് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ വറുത്തരച്ച കൂർക്കക്കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ടിൽ ദെൻ ബൈ.